സുഹൃത്തുക്കളെ, ഈ വീഡിയോ എൻ്റെ ജീവിതത്തിൽ ആദ്യമായി, പ്രത്യേകിച്ച് യുവത്വം അവസാനിച്ചതിന് ശേഷം 40 വയസ്സിന് ശേഷം ആദ്യമായിട്ട് ഒരു തെരഞ്ഞെടുപ്പിൽ താല്പര്യമെടുത്ത് പ്രവർത്തിക്കുകയും അതിലൊരു സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കണം എന്ന് ഞാൻ ആദ്യമായി പറഞ്ഞ ഒരു തെരഞ്ഞെടുപ്പാണ് നിലമ്പൂർ തെരഞ്ഞെടുപ്പ്. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് ഇപ്പോൾ ഇന്നലെ എൻ്റെ ഭാര്യയ്ക്കും വലിയ താല്പര്യമായിരുന്നു. അവർ പറഞ്ഞിരുന്നു, ഇന്ന് ഞങ്ങളിവിടെ സ്വരാജ് ജയിക്കുകയാണെങ്കിൽ ഒരു സദ്യ ഇവിടെ ഉണ്ടാക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ തോറ്റില്ലേ, അതുകൊണ്ട് ഇനി സദ്യ ഉണ്ടാക്കണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത്, അല്ല, ജയിച്ചിരിക്കണു, അതുകൊണ്ട് സദ്യ ഉണ്ടാക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ അഭിപ്രായത്തിൽ ഒരു സാമൂഹ്യശാസ്ത്രപരമായ വിശകലനം നടത്തുകയാണെങ്കിൽ അവിടെ സ്വരാജ് വിചാരിച്ച പോലെ വിജയിക്കുകയും മാത്രമല്ല, ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നതും അവിടെ ഒരു രീതിയിലും സ്വരാജ് വിജയിക്കാൻ സാധ്യമല്ല, അതായത് തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ സാധ്യമല്ല, മറിച്ച് അവിടെ മാറ്റമുണ്ടാവും എന്ന അഭിപ്രായമായിരുന്നു ഞാൻ പറഞ്ഞത്. ആ മാറ്റം അവിടെ ഉണ്ടായിട്ടുണ്ട്. യഥാർത്ഥത്തിൽ രാഷ്ട്രീയമായ ഒരു വൻ വിജയമാണ് സ്വരാജിന് ഉണ്ടായത് എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് കേട്ടോ. നിങ്ങൾക്ക് എങ്ങനെയെന്ന് എനിക്കറിയില്ല. എന്തായാലും നിങ്ങൾ ആകെപ്പാടെ ഒന്ന് എടുത്തു നോക്ക്. ഭരണവിരുദ്ധ വികാരമാണോ ഭരണ നേട്ട വികാരമാണോ യഥാർത്ഥത്തിൽ നിലമ്പൂരിൽ സംഭവിച്ചത്? എൻ്റെ അഭിപ്രായത്തിൽ ഭരണ നേട്ട വികാരമാണ് അവിടെ വിജയിച്ചത്. അതിനാണ് അവിടെ പുരോഗതി ഉണ്ടായത്. നിങ്ങൾ ആദ്യം മുതൽ തന്നെ, പണ്ട് മുതലേ ഉള്ള ഇത് ഒന്ന് എടുത്ത് നോക്കുക. 1957 ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മിനിസ്ട്രി വന്നു. ഇന്ന് നമ്മുടെ പിണറായി വിജയനെ പറയുന്നതിൻ്റെ ഒരു 10 ഇരട്ടിയെങ്കിലും ശത്രുതയോട് കൂടിയിട്ടും വികൃതമായിട്ടിട്ടും പരിഹസിച്ചിട്ടും ഒക്കെ തന്നെയാണ് അന്നും യഥാർത്ഥത്തിൽ മനോരമാദികൾ അല്ലെങ്കിൽ ഇവിടെയുള്ള മാധ്യമങ്ങളൊക്കെ തന്നെ അവരെ പൊതുജനങ്ങളുടെ ഇടയിൽ താറടിച്ചിരുന്നത്. അതിൻ്റെ അത്രയൊന്നും ഇപ്പം ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇപ്പോൾ ഏറ്റവും ചുരുങ്ങിയത് ഈ സോഷ്യൽ മീഡിയ വന്നതോടുകൂടി പലതിനും അവർക്ക് ഉത്തരം പറയേണ്ടി വന്നിട്ടുണ്ട്. അന്നും ഇങ്ങനെ ഉത്തരമൊന്നും പറയണ്ട, അവരാണ് പറയുന്നത് തന്നെയാണ് സത്യം. അത് നമുക്കൊന്ന് വിശകലനം ചെയ്ത് നോക്കാം. അന്ന് യഥാർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി 57 ഭരണത്തിൽ കയറുമ്പോൾ ഒരു സമ്പൂർണ്ണ വിജയമോ അല്ലെങ്കിൽ ഭൂരിപക്ഷം ഉണ്ടായിരുന്നില്ല. അവരുടെ പിന്തുണയോടുകൂടി വിജയിച്ച മെമ്പർമാരെയും കൂടി കൂട്ടിയിട്ടാണ് അവിടെ വന്നത്. അവർ 2 കൊല്ലം ഭരിച്ചു. ഈ 2 കൊല്ലത്തിനിടക്ക്, എന്തിന് 2 കൊല്ലം എന്നും പറയണ്ട, ആദ്യത്തെ ഓർഡിനൻസ് തന്നെ അവിടെ കുടിയാന്മാരെ ഇറക്കി വിടാൻ പാടില്ല എന്നായിരുന്നു.
കുടിയാന്മാരെ കുടിക്കിടപ്പ് അവകാശം കൊടുക്കണം, കുടിയാന്മാരെ ഒഴിപ്പിക്കാൻ എന്നിട്ട് അതിനൊക്കെ എതിരാനായിട്ടാണ് അവിടെ ഭരണവിരുദ്ധ വികാരം എന്നത് 1960 ഉണ്ടായത്. പക്ഷെ അത് ഉണ്ടായിരുന്നെങ്കിൽ തന്നെ ഇവരത് മാറ്റിയിട്ടില്ലല്ലോ. അതുകൊണ്ട് ഭരണവിരുദ്ധ വികാരമല്ല, ഇതിനെതിരെ, അതായത് അന്ന് ഭൂമി യഥാർത്ഥത്തിൽ അന്ന് മുഴുവനായിട്ടും ജന്മിമാരുടെയും ദേവസ്വത്തിൻ്റെയും ബ്രഹ്മസ്വത്തിൻ്റെയും പിന്നെ രാജകുടുംബാംഗങ്ങളുടെയും കീഴിലായിരുന്നു. സാധാരണക്കാരന് ഭൂമി ഉണ്ടായിരുന്നില്ല. അതിന് ഏറ്റവും നല്ല ഒരു തെളിവായിട്ട് നമുക്ക് പറയാൻ കഴിയുന്നത് 1935 ബ്രിട്ടീഷ് പാർലമെൻറ്റിലെ ആക്ട് അനുസരിച്ചാണ് ഈ സ്വാതന്ത്ര്യം കിട്ടുന്നതിൻ്റെ തൊട്ട് മുമ്പ് 1947 നമ്മളിവിടെ വലിയൊരു ഇലക്ഷൻ നടന്നു. എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ഭരണഘടനാ സമിതിയിലേക്ക്. ഈ ഭരണഘടനാ സമിതിയിലേക്ക് ഇലക്ഷൻ നടന്നപ്പോൾ അതിൽ വോട്ട് ചെയ്യാനുള്ള അവകാശം നികുതി കൊടുക്കുന്ന കുടുംബങ്ങൾക്ക് ഉണ്ടായിരുന്നു. അന്ന് നികുതി ആരും കൊടുക്കുന്നില്ല എന്നുള്ളതുകൊണ്ട് തന്നെ നമ്മളെപ്പോലുള്ള അതായത് ബഹുഭൂരിപക്ഷം മനുഷ്യർക്കും അവരുടെ കണക്കനുസരിച്ച് തന്നെ 11% പേര് മാത്രമേ അതിൽ വോട്ട് ചെയ്തിട്ടുള്ളൂ. അതായത് 11% വോട്ട് അവകാശം ഉണ്ടായിരുന്നുള്ളൂ എന്ന് ഞാൻ പറഞ്ഞു. ആകെയുള്ള ജനസംഖ്യയിൽ 11% മാത്രമാണ് വോട്ട് അവകാശം അന്നുണ്ടായിരുന്നത്. പക്ഷേ ഇന്ന് നിങ്ങൾ അങ്ങനെയാണ് ആ കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലിയുടെ ആക്ട് അനുസരിച്ച് വോട്ടവകാശം ഉണ്ടായിരുന്നത്, വോട്ട് ചെയ്തതും. അങ്ങനെ വോട്ട് ചെയ്ത ഇന്ന് അതേ മാനദണ്ഡം എടുക്കുകയാണെങ്കിൽ എത്ര പേർക്ക് 11% എൻ്റെ അഭിപ്രായത്തിൽ ഒരു 90% ജനങ്ങൾക്കെങ്കിലും വോട്ട് ചെയ്യാം. കാരണം 1957 ഉണ്ടായ 57 ദ്രുതഗതിയിൽ പാസ്സാക്കിയെടുത്ത, അതായത് സമയമൊന്നും കിട്ടിയിട്ടില്ല, പൂർണ്ണമായിട്ടും അത് ഒരു പരിപൂർണമാണെന്ന് പറയാൻ കഴിയില്ല. അങ്ങനെ ഗൗരിയമ്മ പാസ്സാക്കിയെടുത്ത ഭൂപരിഷ്കരണമായ നിയമം തന്നെയായിരുന്നു. പക്ഷേ അതിൻ്റെ പേരിലാണ് യഥാർത്ഥത്തിൽ ബാക്കിയുള്ളവരൊക്കെ കൂടി ചേർന്നിട്ട്, അതായത് ക്രിസ്ത്യൻ പട്ടക്കാർ, അവരുടെ കാര്യം വിദ്യാഭ്യാസ നയമായിരുന്നു, അതായത് KER എന്ന് പറയുന്നത്. പിന്നെ ജന്മിമാർ, മുസ്ലിങ്ങൾ, സാധാരണ മുസ്ലിം ലീഗ്, പിന്നെ ഈ അന്ന് മുസ്ലിം ലീഗിൻ്റെ ഇടയിൽ കുറേ തീവ്രവാദികളായിട്ടുള്ള ജമാഅത്തും മുജാഹിദും പോലുള്ള തീവ്ര മത പുരോഹിതർ, മതവിശ്വാസികൾ, ഇങ്ങനെയുള്ളവർ ഒന്നായിട്ട് കൂടിയിട്ടാണ് അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഇറക്കിയത്. അതേപോലെ തന്നെ നോക്കുക നിങ്ങൾ. പക്ഷേ അത് മാറ്റിയോ? അതിൻ്റെ നിയമം ആത്മാവ് നശിപ്പിച്ചിട്ടാണെങ്കിലും ഈ ഭൂപരിഷ്കരണ നിയമത്തിൻ്റെ സ്വഭാവം പൂർണ്ണമായിട്ടും ഇവർ മാറ്റിയിട്ടില്ലല്ലോ, അതിനെ റദ്ദ് ചെയ്തിട്ടില്ലല്ലോ. അത് നടക്കല്ലേ. അത് ഒരു വലിയ പരിധിവരെ അതിൻ്റെ ആത്മാവൊക്കെ കൊന്നിട്ട്, അതായത് ഭൂപരിഷ്കരണ നിയമം ഗവൺമെൻറ് പാസ്സാക്കിയെങ്കിലും അത് ഒപ്പിട്ടിരുന്നില്ല. ഇവർ പോരുന്നത് വരെ ഒപ്പിട്ടിരുന്നില്ല. എന്നിട്ട് പോലും അന്ന് അതിന് ശേഷം അത് പ്രസിഡൻറ്റിനെ സുപ്രീം കോടതിയുടെ നിർദ്ദേശമനുസരിച്ച് ഒപ്പിട്ട് വന്നപ്പോഴേക്ക് അവരിറങ്ങേണ്ടി വന്നു. പിന്നെ അതിലൊക്കെ വെള്ളം ചേർത്തിട്ടാണ്
ആർ ശങ്കർ അതിൽ മാറ്റി അത് നീട്ടിക്കൊണ്ടുപോയത്. അങ്ങനെ നീട്ടിക്കൊണ്ടുപോയി അതിൽ പല വൈകൃതങ്ങളും പല ഒഴിവുകഴിവുകളും പല തിരുത്തലുകളും തിരുത്തലും ഒക്കെ നടത്തി. പിന്നെ ദാനാധാരം, പിന്നെ അങ്ങനെയുള്ള ആധാരം അല്ല ഇങ്ങനെയുള്ള പലതും കൊടുത്ത് അതൊക്കെ അതിൽ തിരികെ കയറ്റിയിട്ടാണ് അവരെ ഇറങ്ങിപ്പോയി 67 കയറുന്നത്. 67 കയറിയതിന് ശേഷം എന്തായാലും അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും അതിൻ്റെ മെച്ചം എത്ര വലുതായെന്ന് നിങ്ങൾ നോക്കുക. ഇപ്പോൾ ഇത് പറയുന്ന ഇത് കേൾക്കുന്ന ഓരോരുത്തരും അവരുടെ അന്നത്തെ താവഴി, അതായത് 57 60 ഉണ്ടായിരുന്ന ആൾക്കാർ, അല്ലെങ്കിൽ പിന്നെ 47 ഉണ്ടായിരുന്ന ആൾക്കാർ, അവരുടെ പൂർവികർ ആരെങ്കിലും വോട്ട് ചെയ്തിട്ടുണ്ടോ? ഇല്ല. കാരണം എന്താ? സ്വന്തമായിട്ട് ഭൂമിയില്ല, സ്വന്തമായിട്ട് നികുതി കൊടുക്കാനുള്ള അവകാശമില്ല. അതേപോലെ അതായത് അതിൻ്റെ എല്ലാ ആത്മാവും അതിൻ്റെ എല്ലാ ഗുണങ്ങളും പൂർണ്ണമായിട്ടും നശിപ്പിച്ചിട്ട് കൊന്നിട്ട് ആണ് യഥാർത്ഥത്തിൽ അതേപോലെ തന്നെ ഗൗരിയമ്മ കൊണ്ടുവന്ന ഭൂപരിഷ്കരണ നിയമം നടപ്പിലാക്കിയത്. അത് പിന്നെയും കുറേ അമെൻമെൻറ്റും ഇതൊക്കെ വരുത്തിയിട്ടാണ്. അതേപോലെ തന്നെയാണ് നമ്മളെ വിദ്യാഭ്യാസ ബില്ലിൻ്റെ അവസ്ഥ. മുണ്ടശ്ശേരി മാഷ് കൊണ്ടുവന്ന വിദ്യാഭ്യാസ ബില്ല് അതിൻ്റെ എല്ലാ ആത്മാവും ജീവനും പൂർണ്ണമായിട്ടും നശിപ്പിച്ചിട്ട് അതിൻ്റെ നല്ല ഗുണങ്ങളൊക്കെ നശിപ്പിച്ചിട്ടാണ് നടത്തിയതെങ്കിൽ പോലും നടപ്പിലാക്കിയതെങ്കിൽ പോലും ഇന്ന് കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് ഏറ്റവും ചുരുങ്ങിയത് കഞ്ഞി കുടിക്കാനുള്ള കാശ് കിട്ടുന്നത് എന്തിന്? ഞാനീ പറയുന്നത് കേൾക്കുന്ന വളരെ തുച്ഛം പൈസ കിട്ടുന്ന, ഇപ്പോൾ അൺഎയ്ഡഡ് സ്കൂളിലും മറ്റൊക്കെ വളരെ തുച്ഛം പൈസയാണ് കിട്ടുന്നതെങ്കിൽ പോലും അത് കിട്ടുന്ന അധ്യാപകരുടെയും പ്യൂൺസിൻ്റെയും അവസ്ഥ എടുത്തു നോക്കിയാൽ ഇന്ന് നോർത്ത് ഇന്ത്യയിലുള്ള അവരുടെ സഹപ്രവർത്തകരുടെ അവരുടെ അതേ ജോലി ചെയ്യുന്ന ആൾക്കാരുടെ വേതനവുമായിട്ട് എടുത്തു നോക്കിയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും കേരളം എത്ര പുരോഗമിച്ചിരിക്കുന്നു. ഇപ്പം അടുത്ത കാലത്ത് ആസാമിലേക്ക് നമ്മളെ കുറേ മലപ്പുറം ജില്ലയിലെ കുറേ അധ്യാപകരൊന്നായിട്ട് പോയി. അവർ പോയപ്പോൾ അവർ ആസാമിൽ ഒരു റിമോട്ടായിട്ടുള്ള സ്ഥലത്തെ ഒരു വില്ലേജിൽ പോയിട്ട് അവിടെ സ്കൂളിൽ പോയിട്ട് ആ സ്കൂളിൽ കയറി നോക്കിയപ്പോൾ എന്താ അവസ്ഥ അറിയോ? അവിടെ പഞ്ചായത്തിൻ്റെ വകയാണ് സ്കൂള്. അവിടെ ഉള്ള അധ്യാപകർക്കുള്ള ശമ്പളം എത്രയെന്ന് അറിയോ നിങ്ങൾക്ക്? വിശ്വസിക്കില്ല. ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള ലോക്കൽ ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള പഞ്ചായത്തിൻ്റെ കീഴിലുള്ള സ്കൂളുകളിലെ അധ്യാപകർക്ക്, അപ്പോൾ പ്രൈവറ്റിൽ എത്ര ഉണ്ടാവുക നിങ്ങളത് ആലോചിച്ചാൽ മതി. സ്വയം പ്രൈവറ്റിലും ഉണ്ടാവും അവിടെ. ഇവിടെയുള്ള ഈ ഇംഗ്ലീഷ് മീഡിയം പോലെ അല്ലെങ്കിൽ പിന്നെ അൺഎയ്ഡഡായ സ്കൂൾ പോലുള്ളത് അവിടെ ഉണ്ടാവും. ഇതങ്ങനെയല്ലാത്ത ഇങ്ങനെയുള്ള സ്കൂളുകളിൽ പോലും, അതായത് പഞ്ചായത്തിൻ്റെ കീഴിലുള്ള സ്കൂളുകളിൽ അവിടെ അധ്യാപകനും അധ്യാപികർക്കും കിട്ടുന്ന വരുമാനം ഞാൻ കേട്ടതാണ്. പൂർണ്ണമായി ഞാൻ നേരിട്ട് കണ്ടതല്ല. നിങ്ങൾ സ്വന്തം ആലോചിക്കണം. നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയില്ല, എനിക്കും വിശ്വസിക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ അതാണ് സത്യം, അതാണ് ശരി എന്നാണ് അവർ പറഞ്ഞത്. എന്താണ്
10,000 രൂപക്ക് എല്ലാ മാസവും ഒപ്പിട്ട് കൊടുക്കണം. അതിൽ 5,000 രൂപ കിട്ടുള്ളൂ. ബാക്കി 5,000 രൂപ പഞ്ചായത്ത് പ്രസിഡന്റിനുള്ളതാണ്. പഞ്ചായത്ത് പ്രസിഡന്റല്ല, ആ സംവിധാനങ്ങൾക്കുള്ളതാണ്. പഞ്ചായത്ത് പ്രസിഡന്റ് മുതൽ പിടിച്ച മറ്റുള്ളവർക്കൊക്കെ അത് അത് വിതരണം ചെയ്യുന്നർത്ഥം. ഇങ്ങനെയുള്ള ആ അവസ്ഥയിൽ നിന്ന് ഇന്ന് ഏറ്റവും ചുരുങ്ങിയത് ഇവിടെയുള്ള പ്യൂണിന് പോലും ഒരക്ഷരം പഠിപ്പിക്കാത്ത, അല്ലെങ്കിൽ ഏറ്റവും താഴെയാണെന്ന് ഇവർ വിശ്വസിക്കുന്ന, ഇവർ കണക്കാക്കുന്ന പ്യൂണിന് പോലും 5,000-ൽ കൂടുതൽ ശമ്പളം നമ്മളെ കേരളത്തിലുണ്ട്. ഈ 10ഉം 15ഉം ഒരു 15 രൂപയോളം കിട്ടാത്ത അധ്യാപകർ തന്നെ കുറവാണ്. ഇതിനൊക്കെ കാരണം എന്താ? ആ KER ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. സാമൂഹ്യശാസ്ത്രപരമായ ഒരു വിശകലനം നടത്തിയാൽ കേരളത്തിലെ ഏറ്റവും വലിയ ഭരണ നേട്ടം നമുക്ക് പറയാം. പക്ഷേ ഭരണവിരുദ്ധ വികാരം കൊണ്ടാണ് 1960-ൽ പട്ടംതാണു പിള്ളയുടെ നേതൃത്വത്തിലുള്ള മുക്കൂട്ട് മുന്നണി വിജയിച്ചത്. അതിൽ മുസ്ലിം ലീഗ് ഉണ്ടായിരുന്നു, ജനസംഘം ഉണ്ടായിരുന്നു. ജനസംഘം നേരിട്ടല്ല, PSP ഉണ്ടായിരുന്നു, അതേപോലെ സോഷ്യലിസ്റ്റുകൾ ഉണ്ടായിരുന്നു, അതേപോലെ കോൺഗ്രസ് ഉണ്ടായിരുന്നു. കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ അതൊക്കെ നടന്നത്. അതിൻ്റെ രണ്ടാമത്തെ അലവലാതി മുന്നണിയാണ് ഇന്നത്തെ നിലമ്പൂർ വിജയിച്ചത്. അന്ന് യഥാർത്ഥത്തിൽ ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ വെൽഫെയർ പാർട്ടിയും അതേപോലെ സലഫികൾ യഥാർത്ഥത്തിൽ നേരിട്ട് ഭരണത്തിലല്ല, അവർ മുസ്ലിം ലീഗിൻ്റെ ഭാഗമാണ്. മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തിൽ ഇരിക്കുന്നവരാണ് സലഫികൾ. മുസ്ലിം ലീഗിൻ്റെ രൂപീകരണത്തെ സ്വാധീനിക്കുന്ന ഒരു എലീറ്റ് വർഗമായിട്ട് മുസ്ലിം ലീഗിനെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗമാണ്. അവരൊക്കെ അന്നുണ്ടായിരുന്നു. അന്ന് ഇത്രത്തോളം ഇവർ വികസിച്ചിട്ടില്ലാത്തത് കൊണ്ട് തന്നെ അവർ നേരിട്ട് വന്ന് ഇപ്പോൾ അവരും കൂടി കൂടിയിട്ടുള്ള, ഇപ്പോൾ നിങ്ങൾ നോക്കുക, ഈ മുസ്ലിം ലീഗ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ സലഫികളായിക്കോട്ടെ, അല്ലെങ്കിൽ പിന്നെ ജമാഅത്തെ ഇസ്ലാമി ആയിക്കോട്ടെ, ഇവർ രണ്ടുപേരുമാണ് എൻ്റെ അഭിപ്രായത്തിൽ 100% അല്ലെങ്കിലും ഒരു 50% മത തീവ്രവാദ സംഘടനകൾ. ബാക്കി പകുതിയോളം, പ്രത്യേകിച്ച് ഈ സലഫികളിൽ പകുതിയോളമെങ്കിലും മതേതര ബോധം, കുറച്ചെങ്കിലും ജനാധിപത്യ ബോധമുള്ളവരാണ്. അതേപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമിയിൽ അത്ര തന്നെ ഉണ്ടാവില്ലെങ്കിലും കുറഞ്ഞ വിഭാഗങ്ങളിലും ജനാധിപത്യം എന്നത്, അല്ലെങ്കിൽ മനുഷ്യൻ്റെ സമത്വം എന്നത് യഥാർത്ഥത്തിൽ ഈ ലോകത്ത് അംഗീകരിക്കാവുന്ന ഒരു തത്വസംഹിതയാണ് എന്ന് അംഗീകരിക്കുന്നവരാണ്. മാനസികമായെങ്കിലും അംഗീകരിക്കുന്നവരാണ്. അങ്ങനെയുള്ള ഇവർക്കുള്ള ശക്തിയൊന്നും നിങ്ങൾക്ക് മനസ്സിലാവാനായിട്ടാണ്. ഞാനിപ്പോൾ ഇങ്ങനെ പരിശോധിച്ചപ്പോൾ ഈ ജമാഅത്തെ ഇസ്ലാമിക്കായിക്കോട്ടെ, സലഫികൾക്കായിക്കോട്ടെ, അവരുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എത്ര ഉണ്ട്? പള്ളികൾ, മദ്രസകൾ, യത്തീംഖാനകൾ, മറ്റ് സാമൂഹ്യ ആശുപത്രികൾ, സ്കൂളുകൾ, ഇതൊക്കെ നടത്തുന്ന ഇവർക്ക് ഒരു സ്വാധീനവും ഇല്ല എന്ന് വിചാരിക്കാൻ പറ്റുമോ? ഇവരുടെ വോട്ടും കൂടി നേടിയിട്ട് ഇവർക്കാണ് ഏറ്റവും കൂടുതൽ ഉറച്ച വോട്ടുള്ളത്. ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയും ജമാഅത്തെ ഇസ്ലാമിൻ്റെ മെമ്പർമാരും വളരെ കുറച്ചുള്ളെങ്കിലും അവരുടെ സ്വാധീനം നിങ്ങൾ ഏത് ഗ്രാമത്തിൽ ചെന്ന് നോക്കിയാൽ മനസ്സിലാവും. അവരുടേതായ പള്ളികൾ, അവരുടേതായ മദ്രസകൾ, അവരുടെ ദർസുകൾ, അവരുടേതായ മറ്റ്, അതേപോലെ തന്നെ ഈ ഗ്രേവ് യാർഡുകൾ, ശവപ്പറമ്പുകൾ, അല്ലെങ്കിൽ ഖബറിസ്ഥാനുകൾ,
ഇതൊക്കെ തന്നെ സംഘടിപ്പിക്കുന്ന, ഇതൊക്കെ വ്യവസ്ഥാപിതമായിട്ട് കൊണ്ട് നടക്കുന്ന ഒരു വൻ ജനവിഭാഗമാണ് യഥാർത്ഥത്തിൽ ജമാഅത്തെ, ഈ വെൽഫെയർ പാർട്ടിയുടെ ജമാഅത്തെ ഇസ്ലാമിയും അതേപോലെ തന്നെ മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തിലുള്ള സലഫി വർഗത്തിൻ്റെ ശക്തിയും. അത് നിങ്ങൾ കുറച്ച് കാണിക്കേണ്ട. അത് ഒരിക്കലും മതേതരമായ ജനാധിപത്യപരമായ കാര്യങ്ങൾക്ക് അവരുടെ നേതൃത്വമെങ്കിലും ഒരിക്കലും അംഗീകരിക്കാത്തൊരു വിഭാഗമാണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം, പിന്നെ നമ്മളെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ പോലെ അവർ മാറിയിരിക്കുന്നു എന്ന് പറയാം. പക്ഷേ അവർക്ക് മാറാൻ കഴിയില്ല മക്കളെ. കാരണം അവർ വിശ്വസിക്കുന്നത് ഒരിക്കലും മാറ്റമില്ലാത്ത, മാറ്റം പാടില്ലാത്ത, മാറ്റം തന്നെ ഹറാമായ ഒരു തത്വസംഹിതയാണ്. അത് ഇതിൻ്റെ മുമ്പ് കിട്ടിയതാണ്. അതിന് ഇനി വെള്ളം ചേർക്കാനോ മാറ്റിമറിക്കാനോ പാടില്ല എന്നതാണ് അവരുടെ വിശ്വാസത്തിൻ്റെ അടിത്തറ. ഞാൻ അതിൽ നിന്ന് വരുന്നതായതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ആൾക്കാരുടെ വോട്ട് നേടി യഥാർത്ഥത്തിൽ വോട്ട് ഞങ്ങൾക്ക് വേണ്ട എന്ന് സധൈര്യം പറഞ്ഞ CPM-ഉം അതേപോലെ തന്നെ ഇടതുപക്ഷവും അവിടെ വിജയിക്കുക തന്നെയാണ് ചെയ്തത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ ഇങ്ങനെയുള്ള സാമൂഹ്യ വിരുദ്ധമായ ചിന്താഗതി വെച്ച് പുലർത്തുന്ന, അത് അംഗീകരിക്കുന്ന, ആ തത്വസംഹിത അംഗീകരിക്കുന്ന, അതിൽ മാറ്റം ഇനിയും വരുത്താൻ പാടില്ല എന്ന് വാശി പിടിച്ച് അതിൽ തന്നെ അഭിരമിക്കുന്ന ഇവരുടെ വോട്ടുകൾ മാറ്റി നിർത്തിയാൽ ആരാണ് അവിടെ വിജയിച്ചത്? ഇങ്ങനെയുള്ള കുറേ ആൾക്കാർ അവിടെ ഉണ്ടല്ലോ. അങ്ങനെയുള്ള ഈ ആൾക്കാരുടെ വോട്ടിൻ്റെ സ്വാധീനം എത്രയാണെന്നാണ് നിങ്ങൾ മനസ്സിലാക്കണേ. ചുരുങ്ങിയത് ഇപ്പോൾ ഞാൻ അങ്ങനെ എണ്ണി നോക്കിയപ്പോൾ 66ഓളം സ്ഥാപനങ്ങൾ അവിടെ ഈ വെൽഫെയർ പാർട്ടിയുടെ ജമാഅത്തെ ഇസ്ലാമി തന്നെ നടത്തുന്നു. അതിലും കൂടുതലായിരിക്കും സ്ഥാപനങ്ങൾ എന്ന് പറഞ്ഞാൽ പള്ളികൾ, മദ്രസകൾ, യതീംഖാനകൾ, പിന്നെ മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, സാമൂഹ്യ സ്ഥാപനങ്ങൾ, ആശുപത്രികൾ, ഇതൊക്കെ ആയിട്ട് അതിലും എത്രയോ കൂടുതലായിരിക്കും സലഫികൾക്കും. ഇവരൊന്നായിട്ട് അവരൊരിക്കലും യഥാർത്ഥത്തിൽ ഒരു ജനാധിപത്യപരമായ വിശ്വാസം അർപ്പിച്ച് അങ്ങനെ പെരുമാറുന്നവരല്ല. ഇവരുടെ സ്വാധീനത്തിലാണ് ഇവിടെ മാത്രമല്ല 60ലും വിജയിച്ചത് അങ്ങനെയാണ്. അത് വിജയിച്ചിട്ട് പോലും അവരെന്തുകൊണ്ടാണ് അന്നത്തെ ഇടതുപക്ഷത്തിൻ്റെ നയങ്ങളും നേട്ടങ്ങളും മാറ്റിമറിക്കാതിരുന്നത്? എന്തുകൊണ്ടാണ് ആ ഭൂപരിഷ്കരണ നിയമം പാടെ തള്ളിക്കളയാതിരുന്നത്? അത് ശരിക്കും കൃത്യമായിട്ടല്ല നടന്നതെന്ന് നമ്മൾ പറഞ്ഞു. അത് വിദ്യാഭ്യാസത്തിൻ്റെ സ്ഥിതി അത് തന്നെയാണ്. വിദ്യാഭ്യാസ നയത്തിലും നമുക്ക് പിന്നെ ഒരു മിനിറ്റ് പോലും, ഒരാഴ്ച പോലും അത് നടപ്പിലാക്കാൻ കിട്ടിയില്ല. അതിൻ്റെ മുമ്പ് ഇറക്കിയിട്ട് രണ്ടാമത് കയറിയ ആൾക്കാർ അതിൽ വേണ്ട ജീവനാകെ എടുത്തു കളഞ്ഞു. ജീവൻ എടുത്തു കളഞ്ഞു പറഞ്ഞാൽ അതിൽ നേരിട്ട് PSC ശമ്പളം നേരിട്ട് കൊടുക്കാനും ഗവൺമെൻറ് അതുവരെ ശമ്പളം കിട്ടിയിരുന്നില്ല ഈ പ്രൈവറ്റ് സ്കൂളിലെ അധ്യാപകർക്ക്. ഗ്രാൻഡായിരുന്നു കൊടുത്തത്. ഗ്രാൻഡ് മാനേജർക്കാണ് കൊടുക്കുക. അതനുസരിച്ച് എന്തെങ്കിലും എപ്പോഴെങ്കിലും കൊടുത്തു, അങ്ങനെയായിരുന്നു. അത് മാറി നേരിട്ട് ശമ്പളം കൊടുക്കാൻ തുടങ്ങി. അതേപോലെ തന്നെ നിയമനം PSCക്ക് വിട്ടു. അവരെന്താ ചെയ്തു വെച്ചാൽ ശമ്പളം അവിടെ തന്നെ നിർത്തിയിട്ട് PSCയുടെ നിയമനം മാറ്റിയിട്ട് മാനേജർമാർക്ക് കൊടുത്തു. അങ്ങനെ അതിൻ്റെ ജീവൻ KER-ൻ്റെ കേരള എഡ്യൂക്കേഷണൽ ആക്ട്സ് ആൻഡ് റൂൾസ്
എന്ന് പറയുന്ന KERൻ്റെ ആത്മാവിനെ കൊന്നിട്ടാണ് പിന്നീട് അത് നടപ്പിലായത്. എന്നിട്ട് പോലും എത്ര വ്യത്യാസം ഉണ്ടായി നോക്കൂ നിങ്ങൾ. അത് കാരണം വൻ മുന്നേറ്റം ഉണ്ടായി. കേരളത്തിലൊക്കെ ഒന്നായിട്ടും വിദ്യാഭ്യാസം എന്ന് പറഞ്ഞ ഒരു തൊഴിലായി മാറി. വളരെ കൂടുതൽ ആൾക്കാർ അധ്യാപക വൃത്തിയിലേക്ക് വന്നു. അവർക്ക് ജോലി കിട്ടാൻ വേണ്ടി അവർ കാശ് കൊടുത്തെങ്കിലും അതിൽ കുറേ പൈസ ഈ വിദ്യാഭ്യാസ മേഖലയിൽ ചിലവായി. ഇന്ന് നോക്കുക നിങ്ങൾ, കേരളത്തിലെ എല്ലാ സ്കൂളുകളും നല്ല സ്കൂളുകളാക്കി മാറ്റി. അത് ഈ അധ്യാപകർ, നിയമിക്കപ്പെട്ട അധ്യാപകരുടേതാണ് പ്രൈവറ്റിൽ ഉള്ളതൊക്കെ. അവർ കാശ് കൊടുത്തിട്ട് അവരുടെ മുതൽ മുടക്കാണതല്ല, മാനേജർമാരുടേതല്ല. മാനേജർമാർ ഒരു ഏജൻ്റായി, ഒരു വിദ്യാഭ്യാസ ഏജൻ്റായി കേരളത്തിലെ വിദ്യാഭ്യാസത്തെ ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിച്ചത് അവരാണ്. അവർക്ക് കുറേ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് പൈസ കിട്ടി എന്നുള്ളത് ശരിയാണ്. പക്ഷേ ഇന്നത്തെ രീതിയിലുള്ള പ്രജാവിദ്യാഭ്യാസം, എന്നിട്ട് പോലും ആ അന്ന് ഈ പ്രജാവിദ്യാഭ്യാസം വിപുലീകരിക്കുക, പ്രോത്സാഹിപ്പിക്കുക എന്നാണ് വിചാരിച്ചിരുന്നത്. മറിച്ച് അതിനുശേഷം ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് അല്ലെങ്കിൽ ഭരണത്തിൽ വന്നിട്ട് പോലും ഈ പ്രജാവിദ്യാഭ്യാസം അല്ല വേണ്ടത്. യഥാർത്ഥത്തിൽ നമ്മളെ പൗരവിദ്യാഭ്യാസം, യഥാർത്ഥത്തിൽ ഒരു ജനാധിപത്യ രാജ്യത്ത് പൗരൻ എന്ന് പറഞ്ഞാൽ ഉടമയാണ്. നേരെ മറിച്ച് ഒരു കോളനിയിൽ അത് പ്രജയാണ്, അടിമയാണ്. യജമാൻ പറയുന്നത് കേൾക്കേണ്ടതാണ്. ആ വിദ്യാഭ്യാസം തന്നെ കൂട്ടിയിട്ടാണ് കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം ഇത്രയും വളർന്നത്. വിദ്യാഭ്യാസ രംഗം മാത്രമല്ല, മറ്റെല്ലാ ഭാഗങ്ങളിലും ഉള്ള മാറ്റത്തിനും അത് നാന്ദി കുറിച്ചു. മറ്റ് രാജ്യങ്ങളിൽ അടിമകളായിട്ടെങ്കിലും പോയിട്ട്, പ്രജകളായിട്ട് പോയിട്ട് ജോലി ചെയ്യാനുള്ള ട്രെയിനിങ് അതുകൊണ്ട് കിട്ടി. അങ്ങനെ നമ്മളെ ആൾക്കാരൊക്കെ മറ്റ് രാജ്യങ്ങളിൽ പോയി പണിയെടുക്കാൻ, ഇപ്പോൾ എൻ്റെ മക്കൾ പോലും അങ്ങനെ പ്രജകളായിട്ട് പോയി അവിടെ പോയി പണിയെടുക്കാൻ യജമാന്മാരെ വളരെ വിനയപൂർവം സാമർഥ്യപൂർവം പരിചരിക്കാനുള്ള അടിമകളാക്കാൻ പറ്റിയ വിദ്യാഭ്യാസമെങ്കിലും വന്നു. അത് അങ്ങനെയുള്ള മാറ്റങ്ങൾ വരുത്തിയത് യഥാർത്ഥത്തിൽ ഇവിടെയുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ തന്നെയാണ്. നേരെ മറിച്ച് അത് ഭരണത്തിൻ്റെ നേട്ടം തന്നെയാണ്. നേരെ മറിച്ച് അങ്ങനെ വരുത്തിയപ്പോൾ അതിനെതിരെ ഒന്നിച്ചു നിന്ന് അവരെ തോൽപ്പിച്ചു എന്നുള്ളത് ശരിയാണ്. അതായത് ഭരണ നേട്ടവും ഭരണവിരുദ്ധ വികാരവും ഒന്ന് തന്നെയാണ്. അത് കുറേ ആൾക്കാർക്ക് ഭരണവിരുദ്ധ വികാരമാണെങ്കിൽ കുറേ ആൾക്കാർക്ക് ഭരണ നേട്ടമാണ്. അപ്പോൾ ഭരണവിരുദ്ധ വികാരമാണ് എന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ താഴ്ത്തി ഇറക്കുന്നത്. അങ്ങനെ താഴ്ത്തി ഇറക്കിയ ഒരു മേഖലയാണ് ഇപ്പോൾ നിങ്ങൾ ഇവിടെ കണ്ടത്, 60-ലും കണ്ടത്. അതേപോലെ തന്നെ ഇപ്പോൾ നിലമ്പൂരിലും കണ്ടത്. നിലമ്പൂരിൽ കണ്ടപ്പോൾ ഈ ഭരണവിരുദ്ധ വികാരം, ഭരണനേട്ടം ഭയപ്പെടുത്തുന്നതായതുകൊണ്ട് ഭരണനേട്ടം പല മത തീവ്രവാദ സംഘടനകൾക്കും അവരെ ഭയപ്പെടുത്തുന്നതായതുകൊണ്ട് അവരൊന്നായിട്ട് ഒന്നിച്ചുകൂടി കോൺഗ്രസിൻ്റെ കൂടി ആ കോൺഗ്രസ്സുകാർ പോലും ഇപ്പോൾ നമ്മളെ പ്രതിപക്ഷ നേതാവ് ഈ മതതീവ്രവാദമൊക്കെ അവർ ഒഴിവാക്കിയിരിക്കുന്നു, അവരൊക്കെ ഇപ്പോൾ നന്നായിരിക്കുന്നു എന്ന സർട്ടിഫിക്കറ്റ് പോലും കൊടുക്കേണ്ടി വന്നത് യഥാർത്ഥത്തിൽ ഈ ഭരണവിരുദ്ധ വികാരത്തിൻ്റെ ഭാഗം തന്നെയാണ്. പക്ഷേ അവരുടെ താല്പര്യം പൊതുജനങ്ങളല്ല എന്നതിൻ്റെ തെളിവാണ്. മാത്രമല്ല, ഈ ഭരണവിരുദ്ധ വികാരം മാറ്റിയെങ്കിൽ വിജയിച്ചെങ്കിൽ പോലും ഈ ഭരണത്തിലുള്ള ഒരു
നന്മകളും അവർ ഒഴിവാക്കാൻ അവർക്ക് കഴിയില്ല. അപ്പം അവർക്ക് ഒരുപക്ഷെ ഇപ്പോൾ പെൻഷൻ കൊടുക്കാതിരിക്കാൻ കഴിഞ്ഞേക്കാം, പക്ഷേ അത് അത്ര വലിയ എളുപ്പമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഈ ഭരണവിരുദ്ധ വികാരം അല്ലെങ്കിൽ ഭരണനേട്ട വികാരം, ഇത് രണ്ടും പരിശോധിച്ചാൽ അവിടെ ഭരണനേട്ട വികാരത്തിനാണ് മുൻതൂക്കം കിട്ടിയിട്ടുള്ളത്. ഭരണവിരുദ്ധ വികാരത്തിൻ്റെ ശക്തികൾ അവിടെ പിറകോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അത് ഓരോ ദിവസവും 57 മുതൽ എടുത്തു നോക്കിയാൽ തന്നെ ഓരോ ദിവസവും ഇവർ എപ്പോൾ ഒന്നിച്ചു കൂടുമോ അന്ന് അവർ വിജയിച്ച കാര്യങ്ങളാണ് നമ്മൾ 1960 കണ്ടത്, ഇപ്പോഴും കണ്ടത്. ഇത് അവർക്ക് സംബന്ധിച്ചിടത്തോളം അവർക്ക് വേറെ നിവൃത്തിയൊന്നുമില്ലായിട്ടാണ് കൂടുന്നത്. ഇപ്പോൾ ആകെപ്പാടെ പക്ഷേ കേരളം ഒന്നായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്, മെല്ലെ 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 മാറിക്കൊണ്ടിരിക്കുകയാണ്. ആ രീതിയിലുള്ള മാറ്റത്തിൽ പുരോഗമന ശക്തികളുടെ സ്വാധീനം മെല്ലെ മെല്ലെ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു. ആ വർധനവ് നമുക്ക് ഇവിടെയും കാണാം. ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു, ഇപ്പോൾ എൻ്റെ ഭാര്യയോട് ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു, എന്തായാലും തോൽക്കും. കാരണം ആകെ ഒരു 30% വോട്ടാണ് ശരിക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കുള്ളത്. അതിൽ കൂടുതൽ എന്തെങ്കിലും കിട്ടിയാൽ നല്ലത്. അത് ഇയാളുടെ പേഴ്സണലായിട്ടുള്ള വോട്ടുകളായിരിക്കാം. അതിൽ കൂടുതൽ നേരെ മറിച്ച് കോൺഗ്രസ്സിനും UDFനും മുസ്ലിം ലീഗിന് ഒരു 10, 28, 29%, കോൺഗ്രസ്സിന് ഏകദേശം ഒരു 25% വോട്ടുണ്ട്. അതായത് അവർക്ക് രണ്ടുപേരും കൂട്ടിയാൽ ഏറ്റവും ചുരുങ്ങിയത് 50% വോട്ട് അവർക്ക് കിട്ടും. ഈ 50% വോട്ടിനെ മറികടക്കുക എന്നുള്ളത് സാധ്യമല്ല. ബാക്കിയുള്ള 20% എല്ലാ മറ്റ് അലവലാദികൾക്കും, ഇപ്പോൾ വെൽഫെയർ പാർട്ടിക്കാണേലും PDPക്കാണേലും പിന്നെ അങ്ങനെയുള്ള ഉണ്ടല്ലോ, അതേപോലെ തന്നെ ജനസംഘം, അതേപോലെ പിന്നെ അൻവർ പോലുള്ള എല്ലാവരും കൂട്ടി ബാക്കി 20% കൂട്ടിക്കും. ഇത്രയേ ഉള്ളൂ അവിടെ വോട്ടുകൾ. ഈ വോട്ടുകളിൽ എങ്ങനെ കൂട്ടിയിട്ടുണ്ടെങ്കിലും നിലമ്പൂരിൽ ജയിക്കാൻ സാധ്യമല്ല. ആ ജയിക്കാൻ സാധ്യമല്ല എന്നുള്ള ഉറപ്പോടുകൂടി ഞാൻ ഇതുവരെ എല്ലാവരോടും സംസാരിച്ചപ്പോഴും അങ്ങനെ തന്നെ പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെ അവിടെ പോയി ഞാൻ ഒരു ദിവസം അതിനായിട്ട് മെനക്കെട്ട് നേരിട്ട് എനിക്ക് ചോദിക്കാൻ കഴിയില്ല. ഞാൻ ഇങ്ങനെ ഇതാണ് നല്ലത് എന്ന നിർദ്ദേശം സംസാരത്തിലൂടെ കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത്. അങ്ങനെ ചെയ്തെങ്കിൽ പോലും, കാരണം എന്തായാലും ജയിക്കുന്നറിയാൻ, അങ്ങനെ ജയിക്കുന്ന ഒരു സ്ഥലത്ത് കിട്ടുന്ന ഓരോ വോട്ടും സാധാരണ നിലവിൽ നിൽക്കുന്നതിൽ കൂടുതൽ എത്ര കണ്ട് വോട്ട് കിട്ടിയോ അതാണ് യഥാർത്ഥത്തിൽ വിജയത്തിൻ്റെ മാനദണ്ഡം. ഒരു സാമൂഹ്യശാസ്ത്രമായ പരിപ്രേക്ഷ്യത്തിൽ നാം കണക്കിലെടുക്കേണ്ടത് എന്നാണ് ഞാൻ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു സംശയം വിചാരിക്കേണ്ട, അവിടെ വിജയിച്ചത് ഇടതുപക്ഷമാണ്, അല്ലെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ ഭരണ നേട്ടം തന്നെയാണ് അവിടെ വിജയിച്ചത്. അവിടെ അതിൻ്റെ മുമ്പ് നിങ്ങൾ തന്നെ നോക്കുക, ഒരു മത്സരത്തിൽ ഒരാൾക്ക്, ഒരു തടിമാടനും ഒരു ചെല്ലിച്ച ഒരു മനുഷ്യനും തമ്മിൽ ഓടിയാൽ ആരാണ് വിജയിക്കുക? ഒരു വലിയ കുമ്പൊക്കെ ഉള്ള ഒരു വലിയ തടിമാടൻ 100 കിലോ ഉള്ള ഒരാളും ഒരു ചെല്ലിച്ച നല്ല പിന്നെ മെസ്സിയെ പോലെ അല്ലെങ്കിൽ ഇവരെ പോലുള്ള ഒരാളും ഓടിയാൽ ആരാ ജയിക്കുക? ഈ മെസ്സിയെ തന്നെ ജയിക്കുള്ളൂ, അല്ലെങ്കിൽ റൊണാൾഡോയെ ജയിക്കുള്ളൂ.
അതേപോലെ തന്നെയാണ് യഥാർത്ഥത്തിൽ ഇവിടെയും നടന്നത്. അത് ഒരു കാലുള്ള ഒരാളും കാലില്ലാത്ത ആളും തമ്മിൽ ഓടിയാൽ ആരാ ജയിക്കുക? രണ്ടുപേരുടെയും മത്സരം ഒരേ രീതിയിലുള്ള ആൾക്കാർ തമ്മിൽ മത്സരിച്ചാൽ മാത്രമേ, അതായത് എന്താണ് ശേഷി, ആ ശേഷിയിൽ വല്ല ഇക്വേഷനും അല്ല പിന്നെ സമാനതകളും വരുത്തേണ്ടതുണ്ടോ, അത് നോക്കാതെ രണ്ടുപേരെയും മത്സരിപ്പിക്കുന്ന ഒരു രീതിയാണ് നമ്മളെ ഈ യൂറോപ്യൻ ജനാധിപത്യ രീതിക്കുള്ളത്. അവിടെ മെല്ലെ 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 തന്നെ ഈ മാറ്റങ്ങൾ വരാൻ, ഇപ്പോൾ ഒരു സാമൂഹ്യശാസ്ത്രപരമായി ഈ സാമൂഹ്യ ബോധം വളരുന്നത് വളരെ വളരെ മെല്ലെ വരുള്ളൂ. കാരണം ഈ മതങ്ങളും സംസ്കാരവും ജാതിയും ഇതൊക്കെ കൂട്ടുപിണഞ്ഞു കിടക്കുന്ന ഒരു സമൂഹത്തിലെ രാഷ്ട്രീയ ബോധം എന്നത് ഇന്നും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു 5% പേർക്ക് പോലും ശാസ്ത്രീയമായ ഉയർന്ന നിലവാരത്തിലേക്ക് വന്നിട്ടില്ല. ബാക്കിയുള്ളവരൊക്കെ വ്യക്തിപരമായ എന്തോ താല്പര്യത്തിനാണ് വരുന്നത്. അങ്ങനെയുള്ള ഒരു സമൂഹത്തിൽ ഇവിടെ വിജയിച്ചത് യാതൊരു സംശയവും വിചാരിക്കണ്ട. ഇടതുപക്ഷം തന്നെയാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും ഈ ട്രെൻഡ് നിലനിർത്തുകയാണെങ്കിൽ ഒരു സംശയം വിചാരിക്കേണ്ട, ഒരു 104 105 സീറ്റിലേക്ക് 2026 ഉള്ള ഇലക്ഷനിൽ ഇടതുപക്ഷം വരുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനി എന്തായാലും അത് അവിടെ ഇരിക്കട്ടെ. ഞാൻ അന്ന് ഇതിൽ MGLCയുടെ അല്ലെങ്കിൽ ഏകാധ്യാപക വിദ്യാലയത്തിലെ അധ്യാപകരുടെ, അല്ലെങ്കിൽ അവരിന്നൊക്കെ ഡെയിലി വേജസ് ആയിട്ടും അല്ലെങ്കിൽ ഇപ്പോൾ അബ്സോർബ് ചെയ്തുകൊണ്ട് ഗവൺമെൻറ്റിൻ്റെ സ്കൂളുകളിലെ അധ്യാപകരാണ്, അല്ലെങ്കിൽ അധ്യാപകരല്ല, അധ്യാപകേതര ഉദ്യോഗം വഹിക്കുന്നവരാണ്. അവരുടെയൊക്കെ കാര്യങ്ങൾ സംസാരിക്കാനായിരുന്നു ഞാൻ അന്ന് പോയത്. അതായത് എനിക്ക് തോന്നിയത്, അങ്ങനെയുള്ളപ്പോൾ 1991 അതായത് സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചയ്ക്ക് ശേഷം പണിയെടുക്കുന്ന മനുഷ്യരുടെ അവകാശങ്ങളെ നിഷേധിക്കുന്ന, ഹനിക്കുന്ന, ഇല്ലായ്മ ചെയ്യുന്ന ഒരു ട്രെൻഡ് ലോകം മുഴുക്കെ നടന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് WTO ഉണ്ടായത്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിവിടെ ഗവൺമെൻറ്റിലേക്ക് ഇനി റിക്രൂട്ട്മെൻറ്റ് വേണ്ടാന്നും, അതൊക്കെ ഇങ്ങനെ കരാർ തൊഴിലാളികളെ കൊണ്ട് അല്ലെങ്കിൽ വോളണ്ടിയേഴ്സ് പേര് മാറ്റിയിട്ട്, അങ്ങനെ പേര് മാറ്റിയ ഒരു വലിയ വിഭാഗം ഇന്നും ഇവിടെ ഉണ്ട്. 10-30 വർഷമായിട്ട് ജോലി ചെയ്യുന്ന അംഗൻവാടി ടീച്ചർമാർ, ആശാ വർക്കർമാർ, പിന്നെ അധ്യാപകർ, ഇപ്പോൾ DPEPയുടെ തുടക്കം മുതൽ ഉണ്ടായിരുന്ന അധ്യാപകർ, പല സ്പെഷ്യലിസ്റ്റ് അധ്യാപകർ, ഇങ്ങനെ അത് എല്ലാ മേഖലകളിലും, ആരോഗ്യത്തിൽ, വിദ്യാഭ്യാസത്തിൽ, മറ്റു മേഖലയിലൊക്കെ തന്നെ ശമ്പളം കൊടുക്കാതെ ജോലി വോളണ്ടിയർ എന്ന് പേരാ പറയാം. അങ്ങനെ ജോലി ചെയ്യിപ്പിക്കുന്ന എല്ലാ ആൾക്കാരെയും കൂട്ടി അങ്ങനെ ഒന്നായിട്ടുള്ള ഒരു വലിയ സംഘമായിട്ട് സുപ്രീം കോടതിയിൽ അത് യഥാർത്ഥത്തിൽ അത് നമ്മുടെ ഭരണഘടനാ വിരുദ്ധമായ സംഗതിയാണെന്ന് തെളിയിക്കാൻ നമ്മളെ മൗലികാവകാശത്തെക്കുറിച്ചിട്ട് നല്ല ബോധ്യമുള്ള ഒരു പ്രഗത്ഭനായ ബാരിസ്റ്ററെ കൊണ്ടോ വക്കീലിനെ കൊണ്ടോ വാദിപ്പിക്കുകയാണെങ്കിൽ അതിനുള്ള ഒരു സംവിധാനം ഒരുക്കാൻ ഇവിടെ ബുദ്ധിയുള്ള ഒരാൾ എന്നുള്ള നിലക്ക് സ്വരാജിനെ ഞാൻ നിർദ്ദേശിച്ചിരുന്നു. ഞാൻ സ്വരാജിനെ നേരിട്ട് വലിയ ബന്ധമൊന്നുമില്ലെങ്കിലും സ്വരാജിനെ കൊണ്ട് അങ്ങനെ ജയിക്കുകയാണെങ്കിൽ സ്വരാജിനെ ഇങ്ങനെയുള്ള ഒരു വലിയ അതിമഹത്തായ, അപ്പോൾ അത് പ്രത്യേകിച്ച് ഒരു CPIയുടെയോ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെയോ സംഘടന അല്ല, ഈ മേഖലകളിലുള്ള എല്ലാവരെയും കൂട്ടിയിട്ട് ഒന്നായിട്ട് ഒരു പെറ്റീഷൻ, ഇതെങ്ങനെ
അതായത് എത്രയോ കാലമായിട്ട് ഗവൺമെൻറ്റിന് വേണ്ടി ജോലി ചെയ്യുന്നു, ഗവൺമെൻറ്റിനും ഗവൺമെൻറ്റിനല്ലാത്തവർക്കും ഈ പ്രത്യേകിച്ച് പിന്നെ അർദ്ധ ഗവൺമെൻറ് സ്ഥാപനങ്ങളിലും ഗവൺമെൻറ് സ്ഥാപനങ്ങളിലും ഇനി പ്രൈവറ്റ് സ്ഥാപനങ്ങളിലും ജോലി ചെയ്യുന്ന എല്ലാവരെയും കൂടി കൂട്ടിയിട്ട് അതിനെതിരെ ഒന്നായിട്ടുള്ള ഒരു മുന്നേറ്റം നടത്തണമെന്നും ഒന്നായിട്ടൊരു അതായത് ഇത് മനുഷ്യാവകാശ ലംഘനമാണ് ഗവൺമെൻറ് നടത്തുന്നതെന്നും അതിൽ നിന്ന് അവരെ പിൻവലിപ്പിക്കണമെന്നും അങ്ങനെ അവരുടെ മുഴുവൻ ഇതുവരെയുള്ള മുഴുവൻ സ്വാഭാവികമായ അല്ലെങ്കിൽ ഗവൺമെൻറ് റേറ്റുള്ള ശമ്പളം അവരുടെ കുടിശ്ശിക പൂർണ്ണമായിട്ടും കൊടുത്തു തീർക്കണമെന്നും എന്ന് അവകാശപ്പെട്ടുകൊണ്ട് ആവശ്യപ്പെട്ടുകൊണ്ട് അങ്ങനെയുള്ള ഒരു ഓർഡർ ഇറക്കണമെന്ന് അവകാശപ്പെട്ടുള്ളൊരു സുപ്രീം കോടതിയിൽ നമ്മൾ സമീപിക്കണമെന്നും അത് വളരെ വലിയ നീണ്ട ഒരു നിയമയുദ്ധത്തിലൂടെ ഇന്നത്തെ ഭരണഘടന അനുസരിച്ച്, കാരണം ജീവിക്കാനുള്ള അവകാശം, തൊഴിലെടുക്കാനുള്ള അവകാശം, തൊഴിലിന് ന്യായമായ കൂലി കിട്ടാനുള്ള അവകാശം, ഇതൊക്കെ വെച്ചുകൊണ്ട് അതിനെ നിഷേധിക്കുന്ന ഗവൺമെൻറ്റിനെതിരെ അതിശക്തമായി ഒന്നിച്ചു നിന്ന് ഒന്നായിട്ട് ചുരുങ്ങിയത് ഒരു 10-25 ലക്ഷം പേരെങ്കിലും ഇവിടെ ഉണ്ടാവും. അവരൊന്നായിട്ട് സ്വരാജിൻ്റെ നേതൃത്വത്തിൽ, പ്രത്യേക രാഷ്ട്രീയ പാർട്ടി വെച്ചിട്ടല്ല ഞാൻ പറയുന്നത്, പ്രത്യേക തൊഴിലാളി സംഘടനകൾ വെച്ചിട്ടല്ല പറയുന്നത്, അങ്ങനെ ഒന്ന് ചെയ്യുകയാണെങ്കിൽ ഇതിന് സമാനമായ ഒന്ന് യഥാർത്ഥത്തിൽ ഈ ബാംഗ്ലൂർ നടന്നിട്ടുണ്ട്. ആ നടന്ന അതിന് നേതൃത്വം കൊടുത്ത ആൾ എൻ്റെ വളരെ അടുത്ത ഒരു സുഹൃത്താണ്, ഒരു KS ശർമ്മ, ഡോക്ടർ KS ശർമ്മ. അദ്ദേഹം നല്ല കമ്മ്യൂണിസ്റ്റാണ്, പക്ഷേ ഒരു പാർട്ടിയിലും അംഗമല്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ വളരെ നിരന്തരമായ 7 വർഷത്തെ നിരന്തരമായ സമരം കൊണ്ട് 28 ലക്ഷം ഇതേപോലെ ഈ ഡെയിലി വേജസ് തൊഴിലാളികൾക്ക് ബാംഗ്ലൂരിലും പരിസരത്തുള്ള എല്ലാ മുനിസിപ്പാലിറ്റിയിലും അതേപോലെ ബസ് ജീവനക്കാരും അവർക്കൊക്കെ വലിയ ഒരു നേട്ടം അവരെ മുഴുവൻ ഗവൺമെൻറ് സുപ്രീം കോടതിയുടെ വിധി അനുസരിച്ച് എടുക്കേണ്ടി വന്നു. അവർക്കൊക്കെ കിട്ടിയ വളരെ തുക, അവർക്കൊന്നും ഒരിക്കലും ആലോചിക്കാൻ പറ്റാത്ത കിട്ടിയ നഷ്ടപരിഹാരവും, അതായത് മുൻകാലത്തെ അരിയേഴ്സും ഒക്കെ കാരണം, അതൊക്കെ കാരണം അവരൊരു സംഖ്യ അദ്ദേഹത്തിന് കൊണ്ടു കൊടുത്തപ്പോൾ എനിക്കത് വേണ്ടാന്ന് പറഞ്ഞു. ഞാനത് വിചാരിച്ചിട്ടല്ല അത് ചെയ്തത്. അപ്പോൾ അവരൊന്നായിട്ട് കൂടിയിട്ട് ഒരു ട്രസ്റ്റ് ഉണ്ടാക്കി. ആ ട്രസ്റ്റ് ഒന്നായിട്ട് ഒരു 20 ഏക്കറോളം സ്ഥലം അവിടെ പിന്നെ ഹുബ്ലിയിൽ വാങ്ങിക്കൊടുത്തു. അങ്ങനെ ആ ഹുബ്ലിയിൽ അദ്ദേഹത്തിൻ്റെ വക ആ ക്യാമ്പസിനകത്ത്, അത് കിർലോസ്കർ കമ്പനിയുടെ അവർ വിൽക്കാൻ വെച്ചിരുന്ന ഒരു സ്ഥാപനമായിരുന്നു, അതൊന്നായിട്ട് വാങ്ങിക്കൊടുത്തു. അവിടെ അദ്ദേഹം പിന്നെ ഇതെപ്പോഴും മരിച്ചിട്ടില്ല, അദ്ദേഹത്തിൻ്റെ മുഴുവൻ സഹായവും ഇന്നും അദ്ദേഹം വളരെ ആവേശത്തോടു കൂടി നമുക്ക് തരും. അദ്ദേഹത്തിന് 94 വയസ്സായെങ്കിലും ആരോഗ്യം വളരെയധികം ക്ഷയിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഇങ്ങനത്തെ ഒരു കാര്യം പറഞ്ഞാൽ അദ്ദേഹത്തിന് ചാടി എഴുന്നേക്കും. മരിച്ചു കിടക്കുന്ന അദ്ദേഹം പോലും ഇതിലേക്ക് വരും എന്നാണ് എനിക്ക് പറയാനുള്ളത്. പക്ഷേ അങ്ങനെയുള്ള ഒരു വളരെ റിമോട്ടായിട്ടുള്ള, വളരെ അകന്ന ഒരു സാധ്യത ഇങ്ങനെയുള്ള ഈ MGLCകളിലെ അധ്യാപകരായിരുന്നവർക്കും ഈ ഡെയിലി വേജസിൽ എത്രയോ കാലമായിട്ട് വർക്ക് ചെയ്യുന്ന ആശാ വർക്കർമാരും അതേപോലെ അംഗൻവാടി ടീച്ചർമാരും അങ്ങനെ കുറേ ആൾക്കാർ, അതേപോലെ പിന്നെ സർക്കാരും അർദ്ധ സർക്കാർ സംഘടനകളിലെ എല്ലാ ഡെയിലി വേജസ് ആൾക്കാരും ഇതൊക്കെ ശരിക്കും മനുഷ്യാവകാശ ലംഘനമാണ് നടത്തുന്നത് ഈ ഗവൺമെൻറ് എന്ന് തെളിയിക്കാൻ പറ്റുന്ന രീതിയിലുള്ള വലിയ വിപുലമായ ഒരു സംരംഭത്തിന് നിങ്ങൾ തയ്യാറുണ്ടെങ്കിൽ
അതിന് ഈ ആൾക്കാരെ ബന്ധപ്പെട്ട് തരാൻ ഞാൻ ഇപ്പോഴും തയ്യാറാണ്. എൻ്റെ അവസാന നിമിഷം വരെ ഞാനതിന് തയ്യാറായിരിക്കും. കാരണം കെ എസ് ശർമ്മയെ നമുക്ക് കാണാം. അതേപോലെ തന്നെ നമുക്ക് ഭരത് ഭൂഷണെ പോലുള്ള ശാന്തി ഭൂഷണെ പോലുള്ള ഏറ്റവും മുതിർന്ന ഇന്ത്യയിലുള്ള വക്കീൽമാരെ, ഇനി അതല്ല അതിന് മുകളിലുള്ള വക്കീൽമാരെ പോലെ ഈ വിദേശങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടല്ലോ, വെള്ളക്കാരൻ പറഞ്ഞാൽ വലിയ ഇതാണല്ലോ, അങ്ങനെയുള്ള വക്കീൽമാരാണെങ്കിലും ഈ ഭരണഘടന അതിശക്തമായ ഒരു നിയമയുദ്ധത്തിലൂടെ ഈ ഇവിടെയുള്ള സാമ്രാജ്യത്വ പ്രവണതകളും അതേപോലെ തന്നെ ഈ ഫ്യൂഡലിസ്റ്റ് പ്രവണതയും നടപ്പാക്കുന്ന ഗവൺമെൻറ്റിനെ ശരിക്കും അവർ അംഗീകരിച്ച ഭരണഘടനയനുസരിച്ച് പ്രവർത്തിപ്പിക്കാനുള്ള ഒരു നിയമയുദ്ധത്തിന് ഞാൻ തയ്യാറാണെന്ന് അറിയിച്ചുകൊണ്ട് അതിന് കേരളത്തിലെ രാഷ്ട്രീയ രംഗത്ത് ഊർജ്ജസ്വലതയും ബുദ്ധിയുള്ള ആകെ 2 പേര് ഞാൻ കണ്ടിട്ടുള്ളൂ. അതിലൊന്നാണ് നമ്മളെ സ്വരാജ്, മറ്റൊന്നുണ്ടെങ്കിൽ തന്നെ അതുണ്ടെങ്കിൽ തന്നെ നമ്മളെ വ്യവസായ മന്ത്രിയാണ്. ഇത്രയും എനിക്ക് പറയാനുള്ളൂ. മറ്റ് എനിക്കറിഞ്ഞൂടാ, അതിലും കൂടുതൽ നല്ലവരുണ്ടായിരിക്കാം. പക്ഷേ എന്തായാലും ഇതിന് മുന്നോട്ട് നീങ്ങാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അവർക്ക് ഇനിയും നമ്മളെ ഈ പറഞ്ഞ പോലെ ഒരു പ്രാഥമിക മീറ്റിംഗ്, പഴയ നമ്മളെ MGLC ടീച്ചേഴ്സിൻ്റെ മറ്റുള്ളവർ അവർ പറഞ്ഞിട്ടുണ്ടായി. അന്ന് ഞങ്ങളിത് ഇങ്ങനെ അവർക്ക് വേണ്ടിയിട്ട് ഒരു മീറ്റിംഗ് വെച്ച് ഞാൻ എൻ്റെ ഒരു ഇലക്ഷൻ പ്രചരണം കൂടി എന്ന നിലയ്ക്ക് ഇത് അവതരിപ്പിക്കണം എന്ന് വിചാരിച്ചെങ്കിലും അന്ന് എല്ലാവർക്കും വരാൻ കഴിഞ്ഞില്ല. അങ്ങനെ രണ്ടാമത് കൂടി ഇനി നമുക്ക് തുടങ്ങണമെങ്കിൽ അതിന് വ്യക്തമായ ഒരു രൂപരേഖ തയ്യാറാക്കാനും അങ്ങനെ മുന്നോട്ട് നീങ്ങാനും കേരളത്തിലുള്ള അവശത അനുഭവിക്കുന്ന എത്രയോ ദശാബ്ദങ്ങളായിട്ട് മുഴുവൻ ജോലിയും ചെയ്യുന്ന, ഫുൾ ജോലി ചെയ്യേണ്ടി വരുന്ന അർദ്ധ സർക്കാർ അല്ലെങ്കിൽ പിന്നെ സർക്കാർ ഇതര ഡെയിലി വേജസ് വോളണ്ടിയർമാരെയും ഒന്നിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ അത് നമ്മുടെ ഇന്ത്യ രാജ്യത്ത് തന്നെയുള്ള ജനാധിപത്യ ചരിത്രത്തിൽ വലിയ 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 ഒരു നേട്ടമായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും ഞാൻ ഇതുകൊണ്ട് ഉദ്ദേശിച്ചത് പിന്നെ യഥാർത്ഥത്തിൽ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് ഒരു വൻ നേട്ടമാണ് ഇടതുപക്ഷത്തിന് ഉണ്ടായിട്ടുള്ളത് എന്ന സാമൂഹ്യശാസ്ത്രപരമായ ഒരു പരിപ്രേക്ഷ്യം അല്ലെങ്കിൽ വിശകലനം നടത്താനാണ്. അത് എന്തായാലും ഇടതുപക്ഷത്തിന് ഇതിൻ്റെ മുമ്പത്തെ വോട്ടിംഗ് പാറ്റേൺ എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു 5% ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് ഏകദേശം പല മണ്ഡലങ്ങളിലുണ്ട്, പലയിടത്തും ഇല്ല എന്നുള്ളത്. ആ 1% മുതൽ 5% മുതൽ വരെ വോട്ടുള്ള അവർക്ക് വലിയ സ്വാധീനം, പ്രത്യേകിച്ച് 5000-ൽ താഴെ വോട്ടിന് വിജയിച്ച മണ്ഡലങ്ങളിൽ അവർക്ക് വരുത്താൻ കഴിയും. പക്ഷേ അങ്ങനെയുള്ള മണ്ഡലങ്ങൾ പോലും 70 എണ്ണം വരില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് മനസ്സിലാക്കിക്കൊണ്ട് ഇതിൻ്റെ ഒരു അതിശക്തമായ വർഗീയതക്കെതിരായ മതതീവ്രവാദത്തിനെതിരായ ഒരു അതിശക്തമായ ഒരു മുന്നേറ്റവും അങ്ങനെയുള്ളവരെ ഒറ്റപ്പെടുത്തുന്ന, എൻ്റെ അഭിപ്രായത്തിൽ മുസ്ലിം ലീഗിൽ നിന്ന് പോലും ഒറ്റപ്പെടുത്താൻ അവരെ പ്രേരിപ്പിക്കുന്ന, അവരുടെ ഇന്നിപ്പോൾ അവർക്കത് അറിയാനിട്ടല്ല, അവർക്ക് ഭരണത്തോടും അഴിമതിയോടും സ്വത്ത് സമ്പാദനത്തോടുള്ള ആർത്തി മൂലമാണ് അത് നടക്കില്ല എന്ന് ബോധ്യം വന്നാൽ യാതൊരു സംശയമില്ല മുസ്ലിം ലീഗിലെ നല്ലൊരു വിഭാഗം അവരെ ആട്ടിപ്പുറത്താക്കും.
കാരണം ഈ സാമാന്യ മുസ്ലിങ്ങൾ ഒന്നും തന്നെ മതതീവ്രവാദമുള്ളവരല്ല കേരളത്തിൽ. പ്രത്യേകിച്ച് സുന്നികളും പരമ്പരാഗത സുന്നികളൊന്നും തന്നെ മതതീവ്രവാദമുള്ളവരല്ല. അവരവരുടേതായ കുറേ ജാതി ബോധവും അതേപോലെ തന്നെ അവരുടേതായ കുറേ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അത് നടന്നോട്ടെ. പക്ഷേ എന്ന് വിചാരിച്ചിട്ട് അവർക്ക് സമത്വത്തിന് അവരൊരിക്കലും എതിരല്ല. അത് നാം മനസ്സിലാക്കണം. ആ രീതിയിൽ ഒരു മുന്നേറ്റമാണ് ഇവിടെ വേണ്ടത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. അതായത് ഞാൻ ഉദ്ദേശിച്ചത് ഈ ചരിത്രത്തിലാദ്യമായിട്ട് തന്നെ പറയാം, പ്രത്യേകിച്ച് റിട്ടയർ ചെയ്തതിന് ശേഷം ആദ്യമായിട്ട് ഒരു ഇലക്ഷനിൽ പങ്കെടുത്തു, അതിൽ വിജയിച്ചു എന്ന് തന്നെയാണ് ഞാൻ വിജയിക്കുന്നത്. എൻ്റെ ഭാഗം ഞാൻ ഒരിക്കലും ഞാൻ വിചാരിച്ചില്ല ജയിക്കാൻ ഒരു സാധ്യതയുമില്ല എന്ന് എല്ലാ ആൾക്കാരോടും പറഞ്ഞുകൊണ്ട് തന്നെയാണ് അതിന് ഞാൻ മുന്നോട്ട് ഇറങ്ങി. അതായത് പിന്നെ അരുൺകുമാറിൻ്റെ ഒരു ഇത് കണ്ടു, അതിൽ പിന്നെ ജയിക്കുമെന്ന് ഞാൻ ഒരിക്കലും കണക്കാക്കിയില്ല. ഒരിക്കലും ജയിക്കാൻ സാധ്യമല്ല. കാരണം അവിടുത്തെ ആ ജനതയും ആ ജനതയുടെ സംസ്കാരവും ജനതയുടെ ട്രഡീഷനും ജനതയുടെ സാമൂഹ്യ ബന്ധങ്ങളും നമുക്ക് ഇല്ലാതാക്കാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് തന്നെ അങ്ങനെ ജയിക്കാനുള്ള ഒരു സാധ്യതയും ഇല്ലാത്ത ഒരു സ്ഥലത്ത് ഒരു വൻ സാമൂഹ്യ മുന്നേറ്റം, സാംസ്കാരിക മുന്നേറ്റം ഉണ്ടാക്കി എന്നത് LDFൻ്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ഒരു വൻ വിജയമാണ്. സമത്വത്തിൻ്റെ, സാഹോദര്യത്തിൻ്റെ, സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു വിജയമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ജയ് ഹിന്ദ്, ജയ് ജഗത്, ജയ് ജീവൻ.